മാനേജ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സാണ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സെഷനിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. The management of environmental issues is crucial for sustainable development. Key areas of environmental management include waste management, then watershed management, rainwater harvesting, adherence to international agreements and environmental laws. അപ്പോൾ ഈ കീ ഫാക്ടേഴ്സിനെ എല്ലാത്തിനെയും കുറിച്ച് ഒറ്റ സെഷനിൽ ഡിസ്കസ് ചെയ്യുക ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇതിനെ പല ഹെഡായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് നേരത്തെ തന്നെ പറഞ്ഞാണ്. വാട്ടർഷെഡ് മാനേജ്മെൻറ്റും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങുമാണ് ഈ വീഡിയോ ലെസണിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വാട്ടർഷെഡ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എ വാട്ടർഷെഡ് ഈസ്. വാട്ടർഷെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ജോഗ്രഫിക്കൽ ഏരിയ ദാറ്റ് കളക്ട്സ്, സ്റ്റോർസ് ആൻഡ് റിലീസ് വാട്ടർ. ആൻ ഏരിയ ഓഫ് ലാൻഡ് വെയർ ഓൾ വാട്ടർ വെദർ ഫ്രം റെയിൻഫോൾ, snow melt or runoff drains into a common outlet such as river, lake or ocean. River, lake, ocean ഇതിൻ്റെയൊക്കെ ഒരു കളക്റ്റീവ് പ്ലാറ്റ്ഫോമായിട്ട് ആക്ട് ചെയ്യുന്ന, കളക്ഷൻ പ്ലാറ്റ്ഫോമായിട്ട് ആക്ട് ചെയ്യുന്ന ലാൻഡിനെയാണ്, ഏരിയ ഓഫ് ലാൻഡിനെയാണ് വാട്ടർഷെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രസിപ്പിറ്റേഷൻ വഴി അല്ലെങ്കിൽ സ്നോ മെൽറ്റ് വഴി അല്ലെങ്കിൽ റൺ ഓഫ് വഴി വാട്ടറിനെ കളക്ട് ചെയ്യുന്നു, ഒരു കോമൺ ഔട്ട്ലെറ്റ് വഴി ഫൈനലായിട്ട് അത് ചാനലൈസ് ചെയ്യുന്നു, അതായത് റിവർ, ലേക്ക്, ഓഷ്യനിലേക്കൊക്കെ എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ പർട്ടിക്കുലർ ലാൻഡ് ഏരിയയുടെ പ്രത്യേകത. Based on the size, watersheds are classified into micro watersheds, small watersheds and large watersheds. ഇതിൻ്റെ എത്ര ഹെക്ടേഴ്സ് ആണ് കവറേജ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് മൈക്രോ, സ്മോൾ, ലാർജ് എന്നൊക്കെ ഉള്ളത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ചെറുതാണ് മൈക്രോ വാട്ടർഷെഡ്സ്, ദെൻ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആണ് സ്മോൾ വാട്ടർഷെഡ്സ് എന്ന് പറയുന്നത്. ലാർജ് വാട്ടർഷെഡ്സ് എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള ഹെക്ടേഴ്സ്, ഹെവി ആയിട്ടുള്ള ഏരിയ കവർ ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ വാട്ടർ സൈക്ലിംഗ്. വാട്ടർ സൈക്ലിങ്ങിൻ്റെ എല്ലാ പ്രോസസ്സുകളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാട്ടർ ഷെഡ്സിന് സാധിക്കും. അതായത് ഗ്രൗണ്ടിലേക്ക് എത്തുന്ന വാട്ടർ അതിനെ കളക്ട് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള വാട്ടർ ബോഡീസിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് വാട്ടർ ഷെഡ്സിൻ്റെ ഫങ്ഷൻ ആയതുകൊണ്ട്. അതുപോലെ തന്നെ പെർക്കുലേഷൻ പോലെയുള്ള പ്രോസസ്സ് വഴി വാട്ടർ ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് ഗ്രൗണ്ട് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ ഉള്ളതും വാട്ടർ ഷെഡിൻ്റെ ഒരു ആക്ടിവിറ്റി ആയിട്ട് വരും. സോ വാട്ടർ സൈക്ലിങ്ങിൻ്റെ എല്ലാ ആസ്പെക്ട്സിലും ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ട് വാട്ടർ ഷെഡ്സിന്. ക്യാപ്ചറിങ്, സ്റ്റോറിങ് ആൻഡ് റിലീസിങ് വാട്ടർ ആസ് വെൽ ആസ് ഫിൽറ്ററിങ് പൊല്യൂട്ടൻസ് ആൻഡ് മെയിൻറ്റെയിനിങ് വാട്ടർ ക്വാളിറ്റി. ഇപ്പോൾ പെർക്കുലേഷൻ പോലെയുള്ള പ്രോസസ്സ് വഴി വാട്ടർ ഗ്രൗണ്ടിലൂടെ ഇൻഫിൽട്രേറ്റ് ചെയ്യും, ഡീപ്പായിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യും. ഈ പ്രോസസ്സ് വഴി പൊല്യൂട്ടൻസിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ സാധിക്കും. സോ വാട്ടർ ഷെഡിന് അങ്ങനെ ഒരു ഫിൽട്ടർ പോലെ ആക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ദെൻ സോയിൽ ഫെർട്ടിലിറ്റിയെ എൻഹാൻസ് ചെയ്യും. മൈക്രോ ന്യൂട്രിയൻസിനെ സോയിലിലേക്ക് എത്തിക്കുന്നതിൽ വളരെയധികം റോളുണ്ട്. അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ ആ ഹോൾഡിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, സോയിലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ വാട്ടർ ഷെഡ്സ് വളരെയധികം അതിൻ്റെ റോള് സിഗ്നിഫിക്കൻ്റ് ആണ്. ആക്ട് ആസ് എ വൈറ്റൽ സോഴ്സ് ഓഫ് വാട്ടർ ഫോർ ഡൊമസ്റ്റിക്, ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ നീഡ്. ഇപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ഗ്രൗണ്ട് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ വാട്ടർ ബോഡീസിൽ വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വാട്ടർ ഷെഡ്സിൻ്റെ എഫിഷ്യൻസിയെ ആശ്രയിച്ച് ഇരിക്കും. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് യൂസ്, അഗ്രികൾച്ചറൽ യൂസ്, ഇൻഡസ്ട്രിയൽ യൂസിനൊക്കെ പ്രോപ്പറായിട്ട് വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഒപ്റ്റിമം ലെവലിൽ അവൈലബിൾ ആവുന്നത് ഈ വാട്ടർ ഷെഡിൻ്റെ കേപ്പബിലിറ്റീസിനെ ആശ്രയിച്ചിട്ടാണ്. ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ലാൻഡ് ആൻഡ് സീ. ഇപ്പോൾ ഫൈനലായിട്ട് വാട്ടർ എല്ലാം എത്തിച്ചേരുന്നത് ഫൈനൽ കളക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് സീ ആണ്. അപ്പോൾ അവിടേക്ക് എത്തിക്കുന്നത് ഈ പറഞ്ഞ വാട്ടർ ഷെഡ്സ് ആണ്. കൺട്രോൾ ഓഫ് ഫ്ലഡ് ആൻഡ് ഡ്രോട്ട്. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ വാട്ടർ ഷെഡ്സ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഡ്രോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം രണ്ട് എക്സ്ട്രീംസും ഇതിൻ്റെ ലാക്ക് ഓഫ് എഫിഷ്യൻസി കൊണ്ട് സംഭവിക്കാം. പ്രൊവൈഡ് ഹാബിറ്റാറ്റ് ഫോർ ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ. ഇപ്പോൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയാണെങ്കിൽ വാട്ടർ ഷെഡ്സ് പല എക്കോ സിസ്റ്റംസിനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഫ്ലോറ ആൻഡ് ഫോണ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എസെൻഷ്യലാണ് വാട്ടർ ഷെഡ്സ്. വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ആൻ ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് ടു ദ കൺസർവേഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് വാട്ടർ ഷെഡ്സ്. വാട്ടർ ഷെഡ്സിനെ എങ്ങനെ നമുക്ക് കൺസർവ് ചെയ്യാൻ സാധിക്കും, പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും, അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ റിസ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ഏരിയയാണ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എയിം
എന്തൊക്കെയാണെന്ന് നോക്കാം. ടു സെക്യൂർ വാട്ടർ ബോത്ത് ഇൻ quality and quantity for drinking, sanitation and agriculture in a sustainable manner. ഇപ്പോൾ ക്വാണ്ടിറ്റി വൈസും ക്വാളിറ്റി വൈസും ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ടും സാനിറ്റേഷന് വേണ്ടിയിട്ടും അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടും ഒക്കെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ വാട്ടറിനെ സെക്യൂർ ആക്കുക, വാട്ടറിനെ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ സെക്യൂർ ആക്കാൻ സാധിക്കും? വാട്ടർ ഷെഡിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, കൺസർവ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, റിസ്റ്റോർ ചെയ്യുക. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷനാണ്. പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ, റിറ്റെയിൻ റെയിൻ വാട്ടർ ആൻഡ് എൻഹാൻസ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ടു മെയിൻറ്റെയിൻ സോയിൽ ഫെർട്ടിലിറ്റി ആൻഡ് വാട്ടർ അവൈലബിലിറ്റി. ഇപ്പോൾ ഈ പറഞ്ഞ ഹെഡ്സ് ഉപയോഗിച്ച് സോയിൽ ഇറോഷൻ കുറയ്ക്കും, റെയിൻ വാട്ടറിനെ റീറ്റെയിൻ ചെയ്യും, ഗ്രൗണ്ട് വാട്ടറിനെ എൻഹാൻസ് ചെയ്യും, അതുപോലെ തന്നെ സോയിൽ ഫെർട്ടിലിറ്റിയെ റീചാർജ് ചെയ്യും, വാട്ടർ അവൈലബിലിറ്റി കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇതൊക്കെ സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ ഹെഡിൽ വരുന്നതാണ്. ഇനി വാട്ടർ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. ഒപ്റ്റിമൈസ് വാട്ടർ അലോക്കേഷൻ, സ്റ്റോറേജ് ആൻഡ് യൂട്ടിലൈസേഷൻ ടു മീറ്റ് ഡൈവേഴ്സ് നീഡ്സ് സച്ച് ആസ് ഇറിഗേഷൻ, ഡൊമസ്റ്റിക് വാട്ടർ സപ്ലൈ ആൻഡ് എക്കോസിസ്റ്റം റിക്വയർമെൻറ്റ്. അപ്പോൾ പ്രോപ്പറായിട്ട് വാട്ടർ ഷെഡ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസ്, ലേക്സ്, സ്ട്രീംസ്, റിവേഴ്സ്, അതുപോലെ തന്നെ ഓഷ്യൻസൊക്കെ പ്രോപ്പറായിട്ട് റിപ്ലെനിഷ്ഡ് ആവും, അല്ലെങ്കിൽ അത് സാച്ചുറേറ്റഡ് ആവുന്നതാണ്. ദെൻ എൻവയോൺമെൻറ്റൽ കൺസർവേഷനാണ്. പ്രൊട്ടക്റ്റ് ആൻഡ് റീസ്റ്റോർ നാച്ചുറൽ ഹാബിറ്റാറ്റ്സ്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്കോളജിക്കൽ ബാലൻസ് വിത്തിൻ ദ വാട്ടർ ഷെഡ്. ഇപ്പോൾ വാട്ടർ ഷെഡ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് സോയിലിൻ്റെ ക്വാളിറ്റി അഫക്റ്റഡ് ആവുന്നുണ്ട്. സോയിലിൻ്റെ ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് പ്ലാന്റ് ഗ്രോത്ത് ഇരിക്കുന്നത്. പ്ലാന്റ് ഗ്രോത്തിനെ ബേസ് ചെയ്തിട്ടാണ് ആനിമൽസിൻ്റെ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ആ ഇൻ്റർ കണക്ഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്, ഇൻ്റർ ഡിപ്പെൻഡൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ പറഞ്ഞ വാട്ടർ ഷെഡിൻ്റെ മെയിൻ്റെനൻസ് ഒരു എക്കോസിസ്റ്റം പോലെ അത് ആക്ട് ചെയ്യും. ദെൻ ഫ്ലഡ് ആൻഡ് ഡ്രോട്ട് മിറ്റിഗേഷൻ. ഇപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ്, ഫ്ലഡ് കൊണ്ടും ഡ്രോട്ട് കൊണ്ടും ഉണ്ടാകുന്ന റിസ്കിനെ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും, ഇമ്പാക്റ്റ് കുറയ്ക്കാൻ സാധിക്കും. അതായത് ഫ്ലഡ് കൺട്രോൾ, വാട്ടർ സ്റ്റോറേജ്, ഡ്രോട്ട് പ്രിപ്പയർഡ്നെസ് ഒക്കെ പ്രോപ്പറായിട്ട് ഈ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് എംപ്ലോയ് ചെയ്യുന്നത് കൊണ്ട്, വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് എംപ്ലോയ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെയുള്ളത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചറാണ്. പ്രൊമോട്ട് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ദാറ്റ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, കൺസേർവ് സോയിൽ മോയ്സ്ചർ ആൻഡ് മിനിമൈസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ്. അപ്പോൾ ഒരു രീതിയിൽ വാട്ടർ ഷെഡ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് സോയിലിൻ്റെ ക്വാളിറ്റി കൂടും, വാട്ടറിൻ്റെ അവൈലബിലിറ്റി കൂടും, അഗ്രികൾച്ചർ ബൂസ്റ്റഡ് ആകും. ദെൻ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെൻ്റ് ആണ്. എൻഹാൻസ് socio-economic well-being by providing opportunities for income generation, sustainable livelihoods and community development. ഇനി നമുക്ക് കമ്പോണൻസ് ഓഫ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാൻഡ് ആൻഡ് വാട്ടർ കൺസർവേഷൻ മാനേജ്മെൻ്റ് ആണ് ആദ്യത്തെ ഹെഡ്. Land and water management are crucial for preserving soil health, enhancing land productivity, minimizing soil erosion, retaining soil fertility and efficiently managing water runoff. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഈ ലാൻഡ് വാട്ടർ കൺസർവേഷൻ മാനേജ്മെൻറ്റ് എംപ്ലോയ് ചെയ്യുവാണെങ്കിൽ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സോയിലിൻ്റെ പ്രൊഡക്ടിവിറ്റിയാണ് കൂടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹ്യൂമൻ പെർസ്പെക്റ്റീവിലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വളരെയധികം കൂടുന്നതാണ്. നമുക്ക് എഫക്റ്റീവായിട്ട് സോയിലിനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും, വാട്ടറിനെ അവൈലബിൾ ആക്കാൻ സാധിക്കും. ഇപ്പോൾ ലാൻഡ് ആൻഡ് വാട്ടർ കൺസർവേഷൻ മാനേജ്മെൻറ്റിൽ 3 മെത്തേഡ്സാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. പെർമനൻറ്റ് മെഷേഴ്സ്, സെമി പെർമനൻറ്റ് മെഷേഴ്സ് ആൻഡ് ടെമ്പററി മെഷേഴ്സ്. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. പെർമനൻറ്റ് മെഷേഴ്സ് എന്ന് പറയുന്നത് ബണ്ട് കെട്ടി നമുക്ക് വാട്ടർ ഷെഡ്സിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ ടെറേസസ്, അതായത് വാട്ടർ ഷെഡ് ഏരിയാസ് എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് സ്ലോപ്പാണ്. അപ്പോൾ ആ സ്ലോപ്പ് ഏരിയാസിൽ ടെറേസസ് ഉണ്ടാക്കുന്നത്, ഈ കയ്യാലയൊക്കെ കെട്ടി സ്റ്റെപ്പായിട്ട് മാറ്റുന്നത് കൊണ്ട് സോയിൽ ഇറോഷൻ കുറയും, വാട്ടർ റീറ്റെയിനിങ് കപ്പാസിറ്റി സോയിലിൻ്റെ വളരെയധികം കൂടുമെന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ചെക്ക് ഡാംസിൻ്റെ കൺസ്ട്രക്ഷനാണ്. വാട്ടർ പ്രോപ്പറായിട്ട് എല്ലാ റീജിയൻസിലേക്കും റെഗുലേറ്റഡ് ആയിട്ടുള്ള ഫ്ലോ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് പണ്ട് തൊട്ടേ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗല്ലി പ്ലഗ്സ് എന്ന് പറയുന്നത്. വാട്ടർ പോകുന്ന റൺ ഓഫായിട്ട് സോയിലിനെ എക്സസീവായിട്ട് ഇറോഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഏരിയാസിലൊക്കെ ഗല്ലി പ്ലഗ്സ് എന്നൊക്കെ പറയുന്ന ഇതുപോലുള്ള സ്റ്റോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.
ഇനിയുള്ളത് സെമി പെർമനൻ്റ് ആയിട്ടുള്ള മെഷേഴ്സാണ്. അപ്പോൾ ഇത് അഗ്രികൾച്ചറൽ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് കൂടുതലും പറയുന്നത്. വെജിറ്റേറ്റീവ് ബാരിയേഴ്സിനെ പ്രിപ്പയർ ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും പലതരത്തിലുള്ള വെജിറ്റേഷൻ കവർ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ പലതരത്തിലുള്ള ഇറോഷൻ പ്രോസസ്സുകൾ കുറയും, വാട്ടർ ഷെഡ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ആകും, വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്യും, പെർക്കുലേറ്റ് ചെയ്യും, ഗ്രൗണ്ട് വാട്ടർ റീപ്ലനീഷ്ഡ് ആകും. അങ്ങനെ സോയിൽ ഇറോഷൻ കുറയും, വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഒക്കെ കൂടുമെന്നുള്ളതാണ്. ഇനിയുള്ളത് ടെമ്പററി മെഷേഴ്സാണ്. അത് നമ്മൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസിൽ ഉപയോഗിക്കുന്ന റിഡ്ജ് ആൻഡ് ഫറോ സിസ്റ്റം ഒരു എക്സാമ്പിളാണ്. ഇപ്പം നമ്മൾ വരമ്പുകളൊക്കെ തീർത്തിട്ട് നമ്മൾ കൾട്ടിവേഷൻ നടത്തുന്നു, ക്രോപ്സിനെ അവിടെ വളർത്തുന്നു. റിഡ്ജ് ആൻഡ് ഫറോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ നിലം ഉഴുത് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ അതിനകത്ത് റിഡ്ജിൽ നമ്മൾ പ്ലാന്റേഷൻ നടത്തുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് ഈ സോയിലിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അവിടെ വാട്ടർ അവിടെ തങ്ങി നിൽക്കാനും ഇൻഫിൽട്രേറ്റ് ചെയ്യാനും പെർക്കുലേറ്റ് ചെയ്യാനും ഒക്കെ ഇത് കാരണമാകും. ഇനിയുള്ളത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ്, വാട്ടർ കൺസർവേഷൻ മെത്തേഡാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഒരു ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ഇതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ലോകം മുഴുവനും ഇത് വൈഡ് സ്പ്രെഡ് ആയത് വളരെ റീസെൻ്റാണ്. ഇപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ ക്രൈസിസ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വാട്ടറിനെ കൺസർവ് ചെയ്യാനും നമുക്ക് അവൈലബിൾ ആക്കാനും പറ്റുന്ന ഒരു മെത്തേഡാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. മഴയിലൂടെ ഇവിടെ പെയ്യുന്ന മഴയിലെ മജോറിറ്റി പെർസെൻറ്റേജും റൺ ഓഫ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ അതിനെ ഏതെങ്കിലും രീതിയിൽ ട്രാപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിലേക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡായിരിക്കും വാട്ടർ കൺസർവേഷനെ സംബന്ധിച്ചിടത്തോളം. It is a highly effective method for water management and conservation. It involves collecting and storing rainwater in natural reservoirs or tanks, or facilitating the infiltration of surface water into subsurface aquifers before it lost as runoff. ഇപ്പോൾ റൺ ഓഫ് ആയിട്ട് നഷ്ടപ്പെടുന്നതിന് മുമ്പായിട്ട് ഇൻഫിൽട്രേഷൻ പ്രോസസ്സ് വഴി വാട്ടറിനെ സർഫസിലേക്കോ അല്ലെങ്കിൽ സബ് സർഫസിലേക്കോ ഒക്കെ അക്യുഫയേഴ്സിലേക്ക് അതിൻ്റെ ഉറവുകളിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള റിസർവോയേഴ്സിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ടാങ്ക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് കളക്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നതാണ് കോമൺ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നതാണ്. ദിസ് ഈസ് എ മോസ്റ്റ് കോമൺ മെത്തേഡ് വെയർ റെയിൻ വാട്ടർ ഈസ് കളക്റ്റഡ് ഫ്രോം ദ റൂഫ് ടോപ്സ് യൂസിങ് ഗട്ടേഴ്സ്, downspouts and pipes and stored in tanks or barrels for domestic or agricultural use. ഇപ്പോൾ വീടിൻ്റെ റൂഫിൽ നിന്ന് ഉള്ള ജലത്തെ, മഴവെള്ളത്തെ പല ചാനൽസ് ഉപയോഗിച്ചിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ടാങ്ക്സിലേക്ക് കൊണ്ടുവരുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു. ഫിൽട്രേഷൻ പ്രോസസ്സൊക്കെ പ്രോപ്പറായിട്ട് നടത്തിയതിന് ശേഷം ഈവൻ ഡ്രിങ്കിങ് പർപ്പസിന് പോലും നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഉള്ളതാണ് സർഫസ് റൺ ഓഫ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. വാട്ടർ ഈസ് കളക്റ്റഡ് ഫ്രോം ഓപ്പൺ സർഫസ് സച്ച് ആസ് റോഡ്സ്, പേയ്മെൻറ്റ്സ് ഓർ ഫീൽഡ്സ് ആൻഡ് സ്റ്റോർഡ് ഇൻ പോണ്ട്സ് ഓർ റിസർവോയേഴ്സ് ഫോർ ലേറ്റർ യൂസ്. അതായത് സർഫസ് റൺ ഓഫ് വളരെയധികം കൂടുതലുള്ള ഏരിയാസിൽ, ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് അർബൻ ഏരിയാസാണ്. അവിടെ പേയ്മെൻറ്റ്സ്, റോഡ്സ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പം വാട്ടർ ഒരിക്കലും ഇൻഫിൽട്രേറ്റ് ചെയ്യത്തില്ല, റൺ ഓഫ് ആയിട്ട് തന്നെ പോകും. ഇതിനെ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്ത് അതിനെ ലേക്സിലേക്കോ ഒക്കെ പോണ്ട്സിലേക്കൊക്കെ കൊടുക്കുക. ഇനിയുള്ളതാണ് റീചാർജ് പിറ്റ്സ് എന്ന് പറയുന്നത്. വാട്ടർ ഈസ് ഡയറക്റ്റഡ് ഇൻ ടു അണ്ടർഗ്രൗണ്ട് റീചാർജ് പിറ്റ്സ് ഓർ വെൽസ് ടു റീപ്ലനിഷ് ദ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ, എസ്പെഷ്യലി ഇൻ അർബൻ ഏരിയാസ് വിത്ത് ഹൈ റൺ ഓഫ്. ഇതും ഹൈ റൺ ഓഫ് ഉള്ള ഏരിയാസിലാണ് ഉപയോഗിക്കുന്നത്. മഴക്കുഴികൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് സോയിലിൽ, ഔട്ടർ ഗ്രൗണ്ടിൽ നമുക്ക് ഈ പിറ്റ്സ് ഉണ്ടാക്കാം. പിറ്റ്സിനകത്തേക്ക് വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അത് ഗ്രൗണ്ട് വാട്ടറിനെ സപ്ലിമെൻറ്റ് ചെയ്തോളും. അഡ്വാൻറ്റേജസ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഇപ്പം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വാട്ടർ കൺസർവേഷനാണ്. ഇറ്റ് റിഡ്യൂസസ് ദ ഡിപ്പെൻഡൻസ് ഓൺ ഗ്രൗണ്ട് വാട്ടർ ആൻഡ് മുനിസിപ്പൽ വാട്ടർ സപ്ലൈസ്. ദെൻ കോസ്റ്റ് എഫക്റ്റീവാണ്, വലിയ കോസ്റ്റൊന്നും ആവത്തില്ല. ഇറ്റ് ലോവേഴ്സ് വാട്ടർ ബിൽസ് ആൻഡ് ക്യാൻ ബി എ കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് വാട്ടർ കളക്ഷൻ, എസ്പെഷ്യലി ഇൻ വാട്ടർ സ്കേഴ്സ് ഏരിയാസ്. വാട്ടർ ക്രൈസിസ് അനുഭവിക്കുന്ന ഏരിയയിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. ഇപ്പം നമുക്കറിയാം
പല ഏരിയയും ഈ സമ്മേഴ്സൊക്കെ ആകുമ്പോഴേക്കിന് ഗ്രൗണ്ട് വാട്ടർ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ പ്രോപ്പറായിട്ട് ഈ മൺസൂൺ സീസണിലൊക്കെ ഈ മഴയുള്ള സമയത്തൊക്കെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കത് പിന്നീട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ദെൻ ഇംപ്രൂവ്സ് ഗ്രൗണ്ട് വാട്ടർ ലെവൽസ്. By recharging aquifers, rainwater harvesting helps restore and maintain the local groundwater table. ഗ്രൗണ്ട് ടേബിളിനെ വളരെയധികം റീപ്ലനിഷ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഫ്ലഡിനെ പ്രിവെൻറ്റ് ചെയ്യും. ഇറ്റ് റെഡ്യൂസസ് സർഫസ് റൺ ഓഫ്. സർഫസ് റൺ ഓഫിനെയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്, അതിനെയാണ് കളക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ റിഡ്യൂസ് ദ റിസ്ക് ഓഫ് ഫ്ലഡിങ് ഇൻ അർബൻ ഏരിയാസ്. പിന്നെ ഉള്ളത് സസ്റ്റൈനബിൾ യൂസ് ഓഫ് വാട്ടർ ആണ്. Provides a renewable source of water for irrigation, drinking and other non-potable uses. അപ്പോൾ ഇതൊരു സസ്റ്റൈനബിൾ മെത്തേഡാണ്, എക്കോ ഫ്രണ്ട്ലി മെത്തേഡാണ്. ഇതിന് ഹാംഫുൾ ആയിട്ടുള്ളൊരു എഫക്ട്സും ഇല്ല, പോസിറ്റീവ്സ് പ്രോസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡൊമസ്റ്റിക് യൂസിന് നമുക്ക് ഉപയോഗിക്കാം, അതായത് നമ്മുടെ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ടും വീട്ടിലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട്. അഗ്രികൾച്ചർ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ വാട്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ അതിനു വേണ്ടി ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉപയോഗിക്കാം. പിന്നെ ഇൻഡസ്ട്രിയൽ യൂസിലും പല നല്ല ക്വാണ്ടിറ്റി ഹെവി എമൗണ്ട് വാട്ടർ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ റീപ്ലനിഷ് ചെയ്യാതെ റീചാർജ് ചെയ്യാതെ ഉള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ വാട്ടർ എക്സോസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇൻഡസ്ട്രിയൽ യൂസിനും അഗ്രികൾച്ചർ യൂസിനും ഡൊമസ്റ്റിക് യൂസിനും ഒക്കെ നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതൊരു ഓപ്ഷനായിട്ട് ഉണ്ടാവണം. അപ്പോൾ ഇത്രയൊക്കെയാണ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റിനെ കുറിച്ചും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ചും പറയാനുള്ളത്.